ഇത് കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൻ്റെ അവസ്ഥ? ഇതിൻ്റെ പശ കണ്ടോ? നമുക്ക് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ പശ നമ്മൾ തെറ്റിദ്ധരിച്ചു. ശരിക്കും നമ്മൾ ടേപ്പിനെ തെറ്റിദ്ധരിച്ചു. കുഴപ്പമില്ല, ലീക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ടാ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നേ ഒരു ടേപ്പ് മേടിച്ചിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് ടേപ്പ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ചൈനയുടെ പ്രോഡക്റ്റ് ആണ്. നമ്മൾ ചൈനേനെയാണ് ഇപ്പം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് സംഭവം. ഓക്കെ, ഇതിൽ പലതും പറഞ്ഞിട്ടുണ്ട്. റൂഫിലൊട്ടിക്കാം, സൺറൂം, കളർ സ്റ്റീലില്, വിൻഡോസിലൊക്കെ ഒട്ടിക്കാന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആണ്, ലോ ടെമ്പറേച്ചർ റെസിസ്റ്റൻസും ആണ്. അതായത് തണുപ്പുള്ള സ്ഥലത്തും ചൂടുള്ള സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ 30 വർഷം ഇത് ലാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ ഇതിൻ്റെ ഇത്. എന്തായാലും ഇതിനെക്കുറിച്ച് ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലതാണെന്നും ചീത്തതാണെന്നും. നല്ലതാണെന്ന് കാണിക്കുന്നതെല്ലാം കമ്പനികളാണ്. ഇതിൻ്റെ ഏതൊക്കെയോ ഇത് സെല്ല് ചെയ്യാനുള്ള കമ്പനികളാണ് കാണിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് വ്ളോഗ് ചെയ്തിട്ടുണ്ട് ഇത് അത്രയ്ക്കൊന്നും ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതും കൊണ്ട് എന്തൊക്കെയോ ഉപകാരങ്ങളുണ്ട്. നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെയോ ഉപകാരങ്ങൾ ഇതുകൊണ്ടുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടെന്നാണ് ഇതുകൊണ്ട് നമ്മൾ നോക്കുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതും കൊണ്ട് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ അധികം പറഞ്ഞാൽ നമുക്ക് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക്. നമുക്കപ്പോൾ ഇതിനെ ആദ്യം പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് ഇത് ചൈനയിൽ നിന്നൊക്കെ നേരിട്ട് ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ ഇത് ചെയ്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ ഈ പോളിമർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇല്ലേ, മെയ്ഡ് ഇൻ ചൈന എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എങ്ങനെയത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഇതിൻ്റെ ഗമ്മ് അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതാണ് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാമെന്നുള്ളത്. ഇതിൻ്റെ ആ ഗമ്മിൻ്റെ ഒരു ഇത് കണ്ടോ. ബാക്കിയൊക്കെ പോട്ടെ, നമുക്ക് ഇത് അത്രയ്ക്ക് വലിയ ടാങ്ക് ഒട്ടിക്കാൻ പറ്റുന്നൊന്നും ഞാൻ ഇതാക്കുന്നത്. പക്ഷേ എന്തൊക്കെയോ ഇതുകൊണ്ട് ഉപകാരങ്ങളുണ്ട്. നമുക്ക് എന്തായാലും നോക്കിക്കളയാം. ഇതാണ്ടോ, ഇത് നമുക്ക് കയ്യിലൊക്കെ ശരിക്കും നമ്മുടെ ചക്കമുളഞ്ഞി ഒട്ടുന്ന പോലെ ഒട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ ഇപ്പോൾ പരീക്ഷണത്തിന് എടുത്തിട്ടുള്ള ഒരു 2 ലിറ്ററിൻ്റെ ഒരു വലിയ ബോട്ടിലാട്ടോ. നമുക്കിതിൽ ആദ്യം തന്നെ നമ്മൾ ഈ ബോട്ടിലൊരു എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാക്കാൻ പോവാം. നമുക്ക് ഇത് ഇങ്ങനെ കീറാം. ഇത്രയും ഭാഗം ഞാൻ കീറിയിട്ടുണ്ട്. നമുക്ക് ഇതിന് ശേഷം ഈ ഭാഗത്ത് നമുക്ക് ആ ടേപ്പ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതിൽ വെള്ളം നിറച്ച് നോക്കാം. ഇതൊക്കെ ഹെവി ഡ്യൂട്ടി ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇതൊന്നല്ല ഒരു ഇൻസുലേഷൻ ടേപ്പ് അല്ലെങ്കിൽ ഈ ടേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതൊന്ന് നോക്കാം എന്തായാലും. പിന്നെ നമുക്കൊരു പൈപ്പിൽ ഒരു ലീക്ക് ഉണ്ടാക്കിയിട്ട് ലീക്ക് ഒട്ടിച്ച് നോക്കാം അല്ലേ. ആദ്യം നമുക്കിത് നോക്കി കളയാം. ഒരു ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇന്ന് ഓക്കെ, എനിക്ക് തോന്നുന്നു AC-ൻ്റെ ഒക്കെ പല ഉപയോഗത്തിനും ഇത് പറ്റും എന്നുള്ളതാണ് എൻ്റെ തോന്നൽ കേട്ടോ. ഉറപ്പൊന്നുമില്ല, നമുക്ക് നോക്കാം. ഇതൊന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ഇതിങ്ങനെ ഒട്ടിക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്.
ഇതിപ്പോൾ തന്നെ നമുക്ക് വെള്ളം ലീക്കാകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ലീക്കാകുന്നതെല്ലാം ഈ ചാല് നമ്മൾ ഇതിനൊരു കുപ്പിക്ക് ഒരു ചാലില്ലേ, ആ ചാലിൽ കൂടെ കേട്ടോ. ബാക്കി ഭാഗത്തൊന്നും കാണുന്നില്ല ലീക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, ഫ്ലാറ്റായിട്ടൊരു കുപ്പിയിലും കൂടെ നോക്കാം. അതിനുശേഷം നമുക്കൊരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, 1 ലിറ്ററിൻ്റെയാണ്. നമുക്ക് വലുതൊന്നും പൊട്ടിച്ച് നോക്കാനില്ല തൽക്കാലം. ഇതിലൊരു കീറലുണ്ടാക്കാം. ഫൈനലി നമ്മൾ ഇതിൽ ഒരു ഹോളിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹോളാണ്. നമുക്ക് ഇത് അടയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. എന്തൊക്കെയായാലും ചെറിയ പിശുക്കൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് എടുക്കുന്നതിൽ നമുക്ക് ബാക്കി ഉപയോഗിക്കാനുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ അതിൽ പരസ്യത്തിൽ കാണിക്കുന്ന പോലെ അത്രയധികം ഉപകാരം ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പരീക്ഷിക്കേണ്ടേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇതൊന്ന് ഒട്ടിച്ച് നോക്കാം. കണ്ടോ, നമ്മൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഗമ്മൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട് ശരിക്കും നന്നായിട്ടേ. അപ്പം ഇത് ഈ രീതിയിലുള്ള ചെറിയ ഉപയോഗങ്ങൾക്കൊക്കെ ഇത് നല്ലൊരു ഗമ്മായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പശേൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് കേട്ടോ, നമുക്ക് നേരത്തെ പോലെ ഫ്ലോപ്പാകാനുള്ള ഒരു സാധ്യത ഇതിൽ കാണുന്നില്ല. നമുക്കിനി വെള്ളം നിറച്ച് നോക്കാം. നമ്മളിതിൽ ഡയറക്റ്റ് വെള്ളം നിറച്ച് കൊടുക്കുകയാണേ. ഒഴിച്ചിട്ടേ ഉള്ളൂ. ഇപ്പം ലീക്കൊന്നും എന്തായാലും കാണുന്നില്ല. ഇത് നോക്കിയോ, ഇത് ശരിക്കും കണ്ടോ, ഇത് കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൻ്റെ അവസ്ഥ? ഇതിൻ്റെ പശ കണ്ടോ, നമുക്ക് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ പശ നല്ല പോലെ സ്പ്രെഡ് ആകുന്നുണ്ട്. ഒന്ന് അവിടെ നിന്ന് ലീക്കായിട്ടോ കണ്ടോ. ഇനി നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. ഇനി ഈ സൈഡ് നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ പശ നന്നായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് പശ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ചെറിയ ഇത് നല്ല പശ തന്നെ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. നമുക്ക് ലിങ്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഓൺലൈന് എന്താ വാട്ടർ പ്രൂഫ് ടേപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ. ഇത് എനിക്ക് ഈ രീതിയിലുള്ള ചെറിയ ഉപയോഗങ്ങൾക്കൊക്കെ പറ്റും കേട്ടോ. വലിയ 500-ൻ്റെ 1000-ൻ്റെ ടാങ്കിലൊന്നും പോയി ഒട്ടിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഈ വെള്ളം പോകുന്ന പൈപ്പിൽ നമുക്കൊരു ഹോൾ ഉണ്ടാക്കാം. നമ്മളൊരു ലീക്ക് വരുത്തിയിട്ടുണ്ട്. അത് ലീക്കായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ലീക്കാക്കിയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ പോകും കേട്ടോ. എനിക്കൊന്ന് ഈ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റാക്കിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗമ്മ് ശരിക്കും ഒന്ന് ഇരിക്കി സെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സെറ്റാകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഉപയോഗിക്കേണ്ട ടേപ്പാണെന്നാണ് എൻ്റെ ഇത്. അതുകൊണ്ട് ഇത് ഗമ്മൊക്കെ വരുന്നതുണ്ടോ, ഇത് നല്ല ഒട്ടാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഗമ്മാണ്. അപ്പോൾ ചെറിയ ഉപയോഗങ്ങൾക്കെല്ലാം നമുക്കിത് എടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് വെള്ളം ഫ്ലോ ചെയ്ച്ച് നോക്കാം. വെള്ളം പോകുന്നതിൽ ലീക്കില്ല. നമുക്ക് ഇതിൻ്റെ അഗ്രഭാഗം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു നോക്കാം. ഇത് ടാപ്പിലൊന്നും വലിയ കാര്യമായിട്ട് ഇല്ല കേട്ടോ, പിടിക്കുന്നില്ല, കാര്യമില്ല. നമുക്ക് ഇത് നമുക്ക് ടാപ്പിലൊക്കെ വന്നിട്ട് ലീക്കേജൊക്കെ ഉള്ള സ്ഥലത്ത് ഇത് പിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതേപോലെ ഇത് നിങ്ങൾക്ക് കാണാം, ചില സ്ഥലത്തേ ഇത് പിടിച്ചിട്ടുള്ളൂ. ഇത് ശരിക്കും ഹീറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പിടിക്കും.
ഇതിൻ്റെ ഗമ്മ് കണ്ടോ? ഗമ്മൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഗമ്മ് അതുണ്ടോ? ഗമ്മൊന്നും കുഴപ്പമില്ല. പക്ഷെ ടാപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ചില ടാപ്പിലൊന്നും പറ്റിയിട്ടില്ല നമുക്ക്. ഓക്കെ, അടുത്ത് നമ്മൾ എന്തിലും ഉപയോഗിക്കും എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ അടുക്കളയിലൊക്കെ പരിധി നോക്കിയപ്പോഴാണ് ഒരു സാധനം കിട്ടിയത്. നമ്മൾ ലാസ്റ്റായിട്ട് ഇതും കൂടെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കണേ. നമ്മുടെ ഒരു പുട്ടുംകുറ്റിയാണ്. അപ്പോൾ പുട്ടുംകുറ്റിക്ക് അടിയിലൊരു ഹോള് വന്നിട്ടുണ്ട്. നമുക്ക് ചൂടായിപ്പോയതാ. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് ആ പറയുന്ന ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് വെള്ളം നിറച്ച് നോക്കാം. വേണമെങ്കിൽ ഒരു ചൂടുവെള്ളവും നിറച്ച് നോക്കാം. നമുക്ക് ലീക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കേട്ടോ. എന്നാൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം കാണാം. ഓക്കെ, നമുക്ക് ക്യാമറാമാൻ ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കുള്ള അഭ്യാസം ആയതുകൊണ്ട് കുറച്ച് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതാണ് ഹോള്. നമ്മളൊരു കഷ്ണം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവനൊന്ന് ഒട്ടിച്ച് നോക്കാം. ഓക്കെ, പൊളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, ഒട്ടിച്ചതിന് ശേഷം വെള്ളം നിറച്ച് നോക്കുകയാണേ. ഓക്കെ, അറിഞ്ഞു. പാടല്ലേ ദൈവമേ. ഓക്കെ, ഇപ്പൊ ഇതിന്റെ മേലെ കൂടെയാണ് ലീക്ക് വന്നത്. നമുക്ക് നോക്കാം. നമ്മള് തെറ്റിദ്ധരിച്ചു. ശരിക്കും നമ്മള് ടേപ്പിനെ തെറ്റിദ്ധരിച്ചു. കുഴപ്പമില്ല, ലീക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ടാ മേലെ ഈ പുട്ടുംകുറ്റിക്ക് മേലെ കൂടെ ഒരു ലീക്ക് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഒന്ന് തുടച്ചിട്ട് നോക്കട്ടെ. നമുക്കിനിയിപ്പോൾ ചൂടുവെള്ളം ഒഴിക്കാണ്ടിരിക്കണ്ട. നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു നോക്കാം. അപ്പോൾ തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം ഇതാ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ആ വെള്ളം ഡയറക്റ്റ് എന്താ ചെയ്യാം, നമ്മുടെ പുട്ടുംകുറ്റിയിലേക്ക് ഒന്ന് ഒഴിച്ചു നോക്കാം കേട്ടോ. ദൈവമേ, അടി വാളോ. നോക്കാം, നല്ല ചൂടാണ് സംഭവം. പുട്ടുംകുറ്റിയൊക്കെ ചൂടായിട്ടുണ്ട്. നേരമായിട്ട് അതിൻ്റെ ലീക്കും കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. ഒരു 5 മിനിറ്റ് വെച്ച് നോക്കാം അല്ലേ. ഇത് കണ്ടോ, നമുക്ക് ഇപ്പൊ ചൂടായിരിക്കണേ. നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൈ നല്ല പൊള്ളുന്നുണ്ട്. ഇതിൽ ലീക്കൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അതില് നമ്മൾ ഗമ്മ് ഒട്ടിച്ച അല്ലെങ്കിൽ ടേപ്പ് ഒട്ടിച്ച ഒരു സ്ഥലത്ത് ലീക്ക് കാണുന്നില്ല. നമ്മുടെ ഈ ടേപ്പില്ലേ, ഇത് വലിയ വലിയ ഉപയോഗത്തിനായിട്ടൊന്നും നിങ്ങൾ മേടിച്ചേക്കരുത്. വലിയ 500-1000 ലിറ്ററിന്റെ ടാങ്ക് ഒട്ടിക്കാനും മറ്റൊന്നും മേടിക്കരുത്. ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഉപയോഗത്തിനും, അതേപോലെ ചെറിയ ലീക്ക്, AC-ന്റെ ലീക്ക്, AC-ക്ക് എയർ ലീക്ക് വരുന്ന സ്ഥലത്തൊക്കെ, അതായത് അങ്ങനെയല്ല, AC-ന്റെ പൈപ്പിൽ ലീക്കല്ല, നമ്മുടെ റൂമിലൊക്കെ എയർ ടൈറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ടേപ്പ് ഉപയോഗിക്കുക. അതേപോലെ ഷീറ്റും ചുമരുമായിട്ട് ചേരുന്ന ഭാഗത്തൊക്കെ ചെറിയ ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. അതേപോലെ ഇതേപോലെ ചെറിയ പാത്രങ്ങളിലും മറ്റും ഒട്ടിക്കാനൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുക. ചൂടായിട്ട് വരെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അല്ലാണ്ട് വലിയ ഉപകാരങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ചെറിയ ചെറിയ ഉപയോഗങ്ങൾക്കും അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉപയോഗം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എനിക്കും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ. അപ്പോൾ അടുത്ത ഒരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.